ഹലോ എവ്രിവൺ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോവുക. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് അങ്ങനൊരു വാക്കുണ്ട് ഇവിടെ അല്ലേ. നമുക്കിത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് വാക്കുകൾ കിട്ടും. ഹൈഡ്രോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ എന്ന് വിളിക്കാം അല്ലേ, ഹൈഡ്രജൻ. പിന്നെ ഇവിടെ കാർബൺ ഉണ്ട്, കാർബൺ മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട് കാർബൺ. അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് കാര്യം, ഹൈഡ്രജനും കാർബണും കൂടെ ചേരുന്ന എന്തോ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഹൈഡ്രോ കാർബൺസ് മനസ്സിലാക്കാൻ വേണ്ടി കാർബണിന്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി വരയ്ക്കാം. കാർബണിന്റെ ന്യൂക്ലിയസിനകത്തിൽ 6 പ്രോട്ടോൺസും 6 ന്യൂട്രോൺസും ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ഓർബിറ്റലായിട്ട് 2 ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. സെക്കൻഡ് ഓർബിറ്റലായിട്ട് 4 ഇലക്ട്രോൺ, ടോട്ടൽ 6 ഇലക്ട്രോൺ അല്ല വരേണ്ടത്. സെക്കൻഡ് ഓർബിറ്റലായിട്ട് 4 ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ഇലക്ട്രോൺ ആയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഉള്ളിലത്തെ ഇലക്ട്രോൺസിനൊന്നും നമുക്ക് വലിയ പ്രാധാന്യമില്ല. അപ്പം നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 4 ഇലക്ട്രോൺസിനെ നോക്കാം. ഇനി ഈ 4 ഇലക്ട്രോൺസിനെ ഞാൻ 4 കൈകളായിട്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ കാർബണിന് എത്ര കൈയുണ്ട്? 4 കൈയാണുള്ളത്. 1, 2, 3, 4. ഇത് ശരിക്കും ഓരോ ഇലക്ട്രോൺസ് ആണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാർബൺ കൂടുതലും കോവാലന്റ് ബോൺസ് ആണ് ഉണ്ടാക്കുക. ഈ ഇലക്ട്രോൺസിനെ മൊത്തത്തിൽ ആർക്കും വിട്ടുകൊടുക്കാൻ ചാൻസ് കുറവാണ്, അതിനെ ഷെയർ ചെയ്യാണ് ചെയ്യുക. അപ്പം ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ഹൈഡ്രജൻ വരാമെന്ന് വിചാരിച്ചോ. ഹൈഡ്രജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജന് എത്ര കൈയുണ്ട്? 1 കൈയുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജൻ വന്നിട്ട് ഈ ഇലക്ട്രോണുമായിട്ട്, കാർബണിന്റെ ഈ കയ്യിൽ അല്ലെങ്കിൽ കാർബണിന്റെ ഈ ഇലക്ട്രോണുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. അപ്പം നമുക്കിനി ഞാൻ പോകെ ഇത് പറയുന്നത്, കാർബൺ ഒരു കൈ കൊണ്ട് ഹൈഡ്രജനെ പിടിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അതിലൊരു ബോണ്ട് എന്ന് പറയുന്നത് ഈ 2 ഇലക്ട്രോണിനെ ഇവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, അതേപോലെ വേറൊരു ഹൈഡ്രജൻ ഇവിടെ വരികയാണെന്ന് വെച്ചോ. ഹൈഡ്രജൻ അബണ്ടന്റ് ആണ് യൂണിവേഴ്സിൽ. അപ്പോൾ വേറൊരു ഇലക്ട്രോൺ ഇവിടെ ബോണ്ട് ഫോം ചെയ്തു, വേറൊരു ഇലക്ട്രോൺ ഇവിടെ ബോണ്ട് ഫോം ചെയ്തു. അപ്പം നമ്മൾ ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതിനെ വരയ്ക്കുക. CH ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. CH എത്ര H ഉണ്ട്? 4H അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരേ സാധനം തന്നെയാണ്, ഡിഫറെന്റ് വേസ് ഓഫ് റെപ്രസെന്റേഷൻ മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ കാർബൺ എത്ര കൈയുണ്ട്? 4 കൈയാണുള്ളത്. അതിൽ വേറെ ആറ്റംസ് ആരും വന്നില്ല എങ്കിൽ കാർബൺ എന്ത് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. സിംഗിൾ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. അങ്ങനെ 4 ഹൈഡ്രജനുമായിട്ട് 4 സിംഗിൾ ബോണ്ട്സ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് CH4. ഇതിനെ നമ്മൾ മീത്തൈൻ എന്ന് വിളിക്കും. ഇതാണ് മീത്തൈൻ്റെ ഒരു സ്ട്രക്ചർ. പീരിയഡിലൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. തൽക്കാലം ഓർത്ത് വെച്ചാൽ മതി, ഇതാണ് മീത്തൈൻ. ഓക്കെ, CH4. അപ്പം കാർബൺ 4 കൈയുണ്ട് അല്ലേ. 1, 2, 3, 4. ഇനി സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ അതാണ് ഒരു ഹൈഡ്രോ കാർബൺ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞു, വേറെ ആറ്റംസ് ആരും ഇല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജനുമായിട്ടായിരിക്കും ബോണ്ട് ഫോം ചെയ്യുക. അപ്പം അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈഡ്രോ കാർബൺസ് എന്ന്. അപ്പം ഇനി നമ്മൾ ഒരുപാട് ഹൈഡ്രോ കാർബൺസിന് പേരൊക്കെ ഇടും, ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി നമുക്ക് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് അപ്പോൾ ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് ഒന്നാമത്തേത് സാച്ചുറേറ്റഡും രണ്ടാമത്തേത് അൺസാച്ചുറേറ്റഡും. അപ്പോൾ എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്? എന്താണ് സാച്ചുറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബണിനാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാം. സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ മുമ്പേ വരച്ച എക്സാമ്പിൾ മീത്തേൻ, അതിനകത്തിൽ സിംഗിൾ ബോണ്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. ഇനി അൺസാച്ചുറേറ്റഡ് 2 രീതിയിലുണ്ട്. നിങ്ങൾക്കറിയാം, 3 രീതിയിലാണ് ബോണ്ട് ഫോം ചെയ്യുക. ഒന്നുകിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ
ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഡബിളോ ട്രിപ്പിളോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്നാണ് പറയാം. എവിടെങ്കിലും ഒരു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹൈഡ്രോ കാർബൺ അൺസാച്ചുറേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം 2 തരത്തിലെ ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. അതിൽ സിംഗിൾ ബോണ്ടഡ് ആണ് സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് 2 രീതിയിലുണ്ട്, ഡബിൾ ബോണ്ടഡ് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വിളിക്കാനായിട്ട് കുറച്ച് പേര് വേണം. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. എന്താ വിളിക്കുക? ആൽക്കെയിൻസ്. ഇനിയും ഡബിൾ ബോണ്ടഡ് ആണെങ്കിലോ ആൽക്കീൻസ്. ഒരു ലെറ്ററിന്റെ മാത്രമേ ഉള്ളൂ വ്യത്യാസം, അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആൽക്കീൻസ്. ഇനി ട്രിപ്പിൾ ബോണ്ടഡ് ആണെങ്കിലോ ആൽക്കൈൻസ്. എന്താ വിളിക്കുക? ആൽക്കൈൻസ്. വൈ അല്ലെ. അപ്പൊ ഇവിടെ ഓരോ ലെറ്ററിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എയിൻസ്, ഈൻസ്, ഐൻസ്, AEY ഓരോ ലെറ്ററിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ ആൽക്കെയിൻസ് എന്ന് വിളിക്കും, ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ ആൽക്കീൻസ് എന്ന് വിളിക്കും, ട്രിപ്പിൾ ബോണ്ടഡ് ആണെങ്കിൽ ആൽക്കൈൻസ് എന്ന് വിളിക്കും. അങ്ങനത്തെ 3 തരത്തിലെ ഹൈഡ്രോ കാർബൺസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൽ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും, സാച്ചുറേറ്റഡ് ആണെങ്കിൽ സിംഗിൾ ബോണ്ടഡ്, അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ ഡബിൾ ബോണ്ടഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് ആയിരിക്കും. ഇനി നമുക്ക് ഇവർക്ക് ഓരോ മോളിക്കുലർ ഫോർമുലയും കൂടെ പഠിക്കാം. അപ്പം 3 തരത്തിലല്ല ഉള്ളത്. അപ്പം അതിൽ ആൽക്കെയിൻസിനെ നമുക്കൊന്ന് എടുക്കാം. അപ്പം ആൽക്കെയിൻസിനെ എടുക്കുകയാണെങ്കിൽ ആൽക്കെയിൻസ്, അപ്പൊ ആൽക്കെയിൻസിന് ഒരു ജനറൽ ഫോർമുല ഉണ്ട്. ജനറൽ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺസ്. ആൽക്കെയിൻസ് ആണെങ്കിൽ ഇതാണ് ഫോർമുല, CnH2n+2. ഓക്കെ, ഇതാണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല. ഇനിയും ആൽക്കീൻസ് ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പമാണ് സംഭവം. എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൽക്കീൻസ് ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, CnH2n അത്രേ ഉള്ളൂ, +2 അല്ല. ഇനിയും ഇനി ആൽക്കൈൻസ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയാം CnH2n-2. ഇങ്ങനത്തെ 3 എണ്ണമാണുള്ളത്. ആൽക്കൈൻസ് ആണെങ്കിൽ CnH2n+2, ആൽക്കീൻസ് ആണെങ്കിൽ CnH2n, ആൽക്കൈൻസ് ആണെങ്കിൽ CnH2n-2. അപ്പൊ കാർബണിന്റെ എണ്ണത്തിനനുസരിച്ച്, n എന്ന് പറയുന്നത് കാർബണിന്റെ എണ്ണമാണ്, വേർ n ഈസ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലെറ്റ്സ് സേ ഒരു 5 കാർബൺ ഉള്ള ഒരു ആൽക്കെയിൻ, അതിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? 5 കാർബൺ ആറ്റംസ് അല്ലേ, 5 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ n എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലേ. അപ്പോൾ ആൽക്കെയിൻസ് അല്ലേ, അപ്പോൾ നമ്മൾ ഏത് ഫോർമുല ചൂസ് ചെയ്യും? ഫസ്റ്റ് ഫോർമുല CnH2n+2. അതിൽ n എത്രയാണ്? 5 ആണ് അല്ലേ. സോ C5H2 × 5+2. അപ്പോൾ എങ്ങനെയായിരിക്കും മോളിക്കുലർ ഫോർമുല വരിക? C5H2 × 5 10, 10+2 12, C5H12. അപ്പോൾ 5 കാർബൺ ഉള്ള ഒരു ആൽക്കെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 12 ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു ആൽക്കീൻ എടുത്താലോ? ഒരു 7 കാർബൺ ഉള്ള ഒരു ആൽക്കീൻ ആണെന്ന് വിചാരിച്ചോ. ഇത് ആൽക്കെയിൻ ആണേ. ഇനി നമുക്ക് ആൽക്കീൻ എടുക്കാം. ആൽക്കീൻ ഒരു 7 കാർബൺ ആറ്റം ഉള്ള ഒരു 7 കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കീൻ. അപ്പൊ n എത്ര വരിക? 7. ആൽക്കീൻ
എന്തായിരിക്കും ഫോർമുല? CnH2n. സിമ്പിളാണ്. C7H2 ഇൻറ്റു 7, C7H14. അപ്പോൾ 7 കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കീൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൽ 14 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ഒരു എക്സാമ്പിളോടെ ആൽക്കൈൻ വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഒരു 3 കാർബൺ ആറ്റം ഉള്ളൊരു ആൽക്കൈൻ എടുക്കാന്ന് വിചാരിച്ചു. ആൽക്കൈൻ എടുക്കുകയാണെങ്കിൽ CnH2n -2 അല്ലേ? -2. അപ്പോൾ അതിൻ്റെ ഇതിൽ n എത്ര വരിക? 3 ആണ് വരിക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? C3H2 × 3 -2. എങ്ങനെ വരിക? C3H6 - 2 4, C3H4. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് മോളിക്കുലർ ഫോർമുല. ഇങ്ങനെ ചേർത്ത് എഴുതുന്നതിനാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് അടുത്തടുത്ത ടോപ്പിക്സിൽ പഠിക്കും. സോ ഇപ്പോൾ ഇത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ജനറൽ ഫോർമുല മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇനി ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് അവസാനം സ്ട്രക്ചർ ഒക്കെ വരച്ചു കഴിഞ്ഞിട്ട് കറക്റ്റ് ആണോ ഹൈഡ്രജൻ ആറ്റംസിന്റെ എണ്ണം എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും.